ഉണ്ടാവും. ഏവറേജ് ഒരു 20 റേഞ്ച് കിട്ടുന്നുണ്ടാവും അല്ലേ? ടൗണിലൊക്കെ ഒരു 18 കണ്ടാവും. ബോഡി വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു 20 റേഞ്ച് കിട്ടുന്നില്ലേ? പിന്നെ പെട്രോളാണ്. പെട്രോൾ ടൈറ്റാനിയം, ഡ്യുവൽ എയർ ബാഗ്, പിന്നെ എലോയ് വരും. സിംഗിൾ ഓണർ, 26,000 കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ വലിയ പോയിട്ടില്ല. 22 സിംഗിൾ ഓൺഷിപ്പ്, 26,000 ലോ കിലോമീറ്റർ. ഡ്രൈവറാണ് ഏറ്റവും ടോപ്പ് എൻഡ് RX-Z. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങൾ. അത് ഡീസലാട്ടോ. ഡീസലാ? അപ്പോൾ നല്ല മൈലേജ് ആയിരിക്കും. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20 അറൗണ്ട് 20ൻ്റെ മുകളിൽ കിട്ടും. 22 കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. കുറച്ച് മോഡൽ കൂടിയ ഓട്ടോമാറ്റിക്, അതേപോലെ തന്നെ മാനുവൽ, കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് കാറുകളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം മേരാഗ്ലാസ് ആണ്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്ക് സ്ഥിതി ചെയ്യുന്ന മേരാഗ്ലാസിൻ്റെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്നൊരു സ്ഥലമാണ്. അതിൽ കുറച്ച് വാഹനങ്ങൾ നമ്മളിന്ന് സെലക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം. എന്താ, നമുക്ക് അർജുനെ സ്വാഗതം ചെയ്യാം. അർജുൻ, വെൽക്കം. സുഖമല്ലേ? ഓക്കെ, കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ റെസ്പോൺസ്? അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? എല്ലാം നമ്മുടെ അടുത്ത് മൾട്ടി ബ്രാൻഡ് ഉള്ളതുകൊണ്ട് എല്ലാ സ്റ്റോക്ക് കാര്യങ്ങളും എപ്പോഴും ഫില്ലായിരിക്കും. ഓക്കെ, മാക്സിമം ലോൺ സൗകര്യം? മാക്സിമം ലോൺ സൗകര്യം. മറ്റു വാറണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഏതെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം തന്നെ ഒരു കിഡിലൻ ബ്ലാക്ക് കളർ ഫോർഡ് എക്കോ സ്പോർട്ടാണ്. ഇതാ അർജുനും ബ്ലാക്ക് ആണ് ഫുള്ള്. KL 41 ആലുവ രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ പെട്രോളാണ്. 20 പെട്രോൾ. ട്രെൻഡ് പ്ലസ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? സീറ്റ് അഡ്ജസ്റ്റ് വരും, പിന്നെ റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന്, എലോയും പുഷ് ബട്ടൺ ഉണ്ടാവില്ല എന്നുള്ളൂ. ടൈറ്റാനിയത്തിൻ്റെ തൊട്ട് താഴത്തുള്ള. ടൈറ്റാനിയത്തിലേക്ക് വരുമ്പോൾ എലോയും പുഷ് ബട്ടൺ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. പിന്നെ ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് വരാം. ടൈറ്റാനിയം പ്ലസിലേക്ക് പോകുമ്പോൾ ടൈറ്റാനിയത്തിൽ നിന്ന് മാറ്റം വരുന്ന വെച്ചാൽ പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അലോയ്സും ഉണ്ടാവില്ല. ആ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും. ഡ്യുവൽ എയർ ബാഗ്, ടച്ച് സ്ക്രീന്, ഓക്കെ, ഡിഫോഗർ, വൈപ്പർ എല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ, മറ്റേ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും, അതുമില്ല. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. പെട്രോളാണ്. 52,000 കിലോമീറ്റർ. 11-15 അടക്കൊക്കെ മൈലേജ് ഉണ്ടാവും മതി അല്ല? 11 to 15 അതിൻ്റെ അടക്കം ഉണ്ടാവും മതി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ നമുക്ക് കമ്പനി വാറണ്ടി അവൈലബിൾ ആണ്. വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും. അത് ശരി. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സിംഗിൾ ഓണർ കിടക്കുന്ന കമ്പനി വാറണ്ടി നിലവിലുള്ള ഫോർഡ് എക്കോ സ്പോർട്ടാണ്. കമ്പനി വാറണ്ടി നോക്കുമ്പോൾ നിങ്ങൾ ഫോർഡ് നിർത്തിപ്പോയില്ലെന്ന് പലർക്കും സംശയം ഉണ്ടാവും. വീഡിയോ കാണുന്ന എല്ലാവരും അല്ല പറയുന്നത്, പലർക്കും സംശയം ഉണ്ടാവും. പക്ഷേ ഫോർഡിൻ്റെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങൾക്ക് വാറണ്ടിയിൽ തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പിന്നെ പൊതുവേ പെട്രോൾ ഫോർഡ് വണ്ടികൾ എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പലരുടെ കാരണം ഭയങ്കര മെയിൻ്റനൻസ് ആണ് ഫോർഡിന്. പെട്രോളിന് മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി ഒരു 1 lakh കിലോമീറ്ററൊക്കെ കുറവാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഓടുന്ന വണ്ടികൾക്ക് അതുവരെയുള്ള കിലോമീറ്ററിൽ വളരെ മെയിൻ്റനൻസ് കുറഞ്ഞൊരു സെഗ്മെൻ്റാണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലാത്ത ക്ലെയിം നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളും കിട്ടും. ഓക്കെ, ഹിസ്റ്ററി എല്ലാം കിട്ടും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിപ്പം കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ നമ്മളെ വാറണ്ടി ആണെങ്കിലും ഞാൻ പൊതുവെ പറയാറുണ്ട്, എല്ലാ വണ്ടികൾക്കും നമുക്ക് ഡയറക്റ്റ് ഷോറൂം പോയിട്ട് സർവീസ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമുക്ക് 6,80,000 കൊടുക്കാം. 6,80,000 6,80,000 രൂപയ്ക്ക് 2020 കിലോമീറ്റർ 52,000 കിലോമീറ്ററോടെ 2020 ട്രെൻഡ് പ്ലസ് പെട്രോൾ ഫോർഡ് എക്കോ സ്പോർട്ട് 6,80,000 ചോദിക്കുന്നു. റേറ്റ് എന്തായാലും ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ കമ്പനി വാറണ്ടി തീരാനായാൽ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് ചെയ്യാം. ഒരു 16,000 രൂപയും കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി വാറണ്ടി തന്നെ കിട്ടും. കമ്പനി വാറണ്ടി തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ലോണ് ഒരു 6 lakh കിട്ടുമോ? മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഒരു 580 വരെയൊക്കെ എന്തായാലും കിട്ടും. 80ക്ക് മേലെ എന്തായാലും നമുക്ക്. ഓക്കെ, ഒരു 6 lakh വരെയൊക്കെ പ്രതീക്ഷിക്കാം. ലോണും ചെയ്യുമ്പോഴും നിങ്ങളുടെ ട്രാക്ക്, ബാങ്ക് ട്രാൻസാക്ഷൻ, നിങ്ങളുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, വീണ്ടും ഫോർഡിനെ, അതൊരു ബ്ലാക്ക് സാധനം തന്നെ. ഫോർഡ് ഫ്രീ സ്റ്റൈൽ. ഏത് ഫ്രീ സ്റ്റൈലാ? KL 17 രജിസ്ട്രേഷനാണ്, മൂവാറ്റുപുഴ, എറണാകുളം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 സെക്കൻഡ് ഓണർ. ഓക്കെ, 58,000 കിലോമീറ്റർ. പിന്നെ പെട്രോളാണ്. പെട്രോൾ ടൈറ്റാനിയം, ഡ്യുവൽ എയർ ബാഗ്, പിന്നെ എലോയ് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എയർ ബാഗ് മാത്രമേ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും 6 എയർ ബാഗ് ഓടിച്ചിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല അടിപൊളി ടയേഴ്സാണ് ഫ്രണ്ടിൽ. പുറകിൽ ഒരു 75 എബോവ് ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിം ഉണ്ട്. എന്താ? ഒരു ഡോർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഏതാ ഡോറ്? റൈറ്റ് സൈഡ് ബാക്ക് ഡോർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റാ? ലെഫ്റ്റ് സൈഡ് ബാക്ക്. ചില ആൾക്കാർക്ക് ലെഫ്റ്റ് റൈറ്റ് മാറിപ്പോകും. ഇപ്പം ഞാൻ എൻ്റെ അരിയിൽ സൂക്കറുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയും. ഓക്കെ, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ? ആ ഡോറ് കമ്പനി തന്നെ മാറിയതാ? കമ്പനി മാറിയത്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഗ്ലാസ് ഇല്ല, ഡോറ് മാത്രമേ മാറിയില്ല. ക്ലെയിമിൽ മാറിയതായിരിക്കും. എന്തായാലും ഒരു അടിപൊളി ബ്ലാക്ക് കളർ ഫ്രീ സ്റ്റൈലാണ് എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് മൂവിങ് ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇതാകുമ്പോൾ നമുക്ക് 480 വരും. 4,80,000 2018 58,000 കിലോമീറ്റർ ഓടിയ ടൈറ്റാനിയം പെട്രോൾ ഫോർഡ് ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ലൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും അല്ലേ, നല്ല സ്റ്റൈലിഷ് വണ്ടിയാണ്. മാക്സിമം ലോണും കിട്ടുമല്ലോ? മാക്സിമം ലോണ് ഇല്ല, ഇത് ഞാൻ പറയില്ല, ഫോർഡിൻ്റെ വണ്ടികൾക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം വെച്ചാൽ ഡിസ്കണ്ടിന്യൂഡ് വെഹിക്കിളാണ്. അപ്പം എന്തായാലും ഒരു എമൗണ്ട് നമ്മൾ കാണേണ്ടി വരും. ഒരു 80% 80% നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു സ്വിഫ്റ്റ് വന്നു. KL11 രജിസ്ട്രേഷനാണ്, കോഴിക്കോട് വണ്ടി തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ 18 വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. AMT ഗിയർ ബോക്സ്. AMT ഗിയർ ബോക്സ് ആണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഓട്ടോ എത്ര പോയി? ഇത് 61,000. 61 സംതിങ് അല്ലേ? 61 സംതിങ് കൂടി. 18 ഓണറാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ആണല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടുമേ. ഒരു 17, 18, 19 ഒക്കെ മൈലേജ് കിട്ടും. AMT ആയാൽ കൂടെ കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാനുവൽ ഓടിക്കുന്നതിനേക്കാൾ അറിയാത്തൊരാൾ മാനുവൽ ഓടിച്ചാൽ അതിനേക്കാൾ മൈലേജ് കിട്ടുന്ന സെഗ്മെൻ്റാണ്. പക്ഷേങ്കിൽ ഞാൻ തലശ്ശേരിയാണ്. അപ്പം ഞാനിവിടുന്ന് കഴിഞ്ഞ വർഷം AMT എടുത്ത് പോയിട്ട് എനിക്ക് നല്ല സുഖമായിട്ട് തോന്നുന്നു കേട്ടോ. മീൻസ് മൈലേജും ഉണ്ട് അത്യാവശ്യം. ലാഗ് അങ്ങനെ നമ്മൾ പുതിയ വണ്ടികൾക്ക് അങ്ങനെ ഇല്ല, എനിക്ക് അത്ര വലിയ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഉണ്ട് തോന്നാറ്. ഓക്കെ, എത്രയാപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,20,000 കൊടുക്കാം. 6,20,000 രൂപയ്ക്ക് 2018 VXi ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് എല്ലാവരും പ്രിഫറൻസ് കൊടുക്കുന്നത്, രണ്ടാളും കൂടി യൂസ് ചെയ്യുമ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കിനാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് കുറേ. ഓക്കെ, മാക്സിമം ലോൺ ചെയ്തിട്ടുണ്ടല്ലോ. 4 തവണ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം, കിട്ടും. അടുത്തത് നെക്സോൺ ആണ്. KL76 രജിസ്ട്രേഷനാണ്, നന്മണ്ട, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ്? 2020. ഓക്കെ, XZA പ്ലസ് അല്ല, XZ പ്ലസ് കേട്ടോ. XZA പ്ലസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്, അത് മാനുവലാണ്. ഇത് മാനുവലാണ്. XZ പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ് 2020. പിന്നെ ടാറ്റക്ക് 5 സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിലും എയർ ബാഗ് രണ്ടേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡീസൽ വേരില്ല, ലോ കിലോമീറ്റർ 77 ഓടിയിട്ടേ ഉള്ളൂ. 77,000 അല്ലേ? ഈ ഒരു 5 വർഷം ആവാനായിട്ടുണ്ടാവും. 5 വർഷം കൊണ്ട് 77,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ? അത്യാവശ്യം ഒരു 20 അടുത്തുണ്ടാവും. ഏവറേജ് ഒരു 20 റേഞ്ച് കിട്ടുന്നുണ്ടാവും അല്ലേ? ടൗണിലൊക്കെ ഒരു 18 ഒക്കെ കണ്ടാവും. ബോഡി വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു 20 റേഞ്ച് കിട്ടുന്നില്ലേ? പെട്രോൾ ആണെങ്കിൽ 12 ഒക്കെ കിട്ടും, 11-12 ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു ഡീസൽ വണ്ടി 20 XZ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണല്ലേ? വേറെ ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ഇത് എത്ര കൊടുക്കാം? 7,75 കൊടുക്കാം. 7,75,000. 2020 വണ്ടിയാണ്, XZ പ്ലസും ആണ്, ഡീസലും ആണ്, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. പെട്രോളും ഡീസലും വണ്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 75,000 മുതൽ 1 ലക്ഷം രൂപയുടെ മാറ്റം ഉണ്ടാവും പെട്രോളിന് ഡീസലിലേക്ക് പോകുമ്പോൾ സാറിന്. ഓക്കെ, അപ്പോൾ 7,75 കൊണ്ടുപോകാം. ലോൺ ഒരു 7 ലക്ഷം കിട്ടുമോ? ഒരു 7 lakhs വരെ കിട്ടും. ചെയ്യാൻ പറ്റുമല്ലോ? വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ? മെക്കാനിക്കൽ വർക്കൊന്നും? മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, നമ്മളൊരു മേലക്കാരൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ, ഇപ്പം അപ്രോഡിലുള്ള കസ്റ്റമറോട് ആണെങ്കിലും നമുക്ക് നമ്മുടെ വാല്യൂഷൻ റിപ്പോർട്ട് കറക്റ്റ് അയച്ചു കൊടുക്കാം. വാല്യൂഷൻ റിപ്പോർട്ട് ഇവിടെ വരുന്ന ഓരോ വണ്ടിക്കും വണ്ടി വാല്യൂറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? കൊടുക്കുക. എല്ലാ സ്ക്രാച്ച് കാര്യങ്ങൾ, ടയർ എത്രയുണ്ട്, എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻസും മീൻസ് എന്തൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പെയിൻറ്റിങ് മീൻസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മിഷൻ വെച്ചിട്ട് പെയിൻറ്റ് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ ടിയാഗോ KL56 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡൽ. 49 സംതിങ് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 2020 അല്ലേ? 20. 50,000 അടുത്ത് ഓടി ഏകദേശം. 50,000 അടുത്ത് ഓടി ഏകദേശം. ഓക്കെ, ഏതോ ഓപ്ഷൻ? ഇത് XT ആണ്. XT, XZ പ്ലസ്, XT മൂന്നാമത്തെ ഓപ്ഷനാണ്. അലോയ്സ് ഉണ്ടാവില്ല. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങൾ വരും. 4 പവർ അലോയ്സ്, ഡിഫോഗർ, ബാക്ക് വൈപ്പർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാം വരുന്നുണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യങ്ങൾ കറന്റ് ഇപ്പം വന്ന വണ്ടിയാണ്. ഒരു 2 ദിവസമായിട്ടേ ഉള്ളൂ വണ്ടി വന്നിട്ട്. നമ്മൾ ഹിസ്റ്ററി എടുത്തില്ല. ഇനിയിപ്പം അല്ല നോക്കിയാൽ മനസ്സിലാവില്ല. ഇല്ല, നമുക്ക് എന്താ വെച്ചാൽ കമ്പനി
ചിലത് കമ്പനിയിൽ നിന്ന് മാറ്റി. ഇപ്പോൾ ടാറ്റയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പേസ്റ്റിംഗ് കറക്റ്റ് തരും. ഇപ്പം നമുക്ക് പുറത്തുനിന്നാണെങ്കിൽ ആ പേസ്റ്റിംഗ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വേഗം മനസ്സിലാവും. അല്ലെങ്കിൽ ചിലതിൽ നമുക്ക് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറയുക. എന്തായാലും എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. എടുത്തിട്ട് എല്ലാം ഞാൻ പറയില്ലേ, ഈവൻ ഏത് വണ്ടി കാണിച്ചാലും നമ്മൾ ഹിസ്റ്ററി വേണമെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത് കൊടുത്ത് ഞാൻ പറയില്ല വാല്യൂഷൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കും. ഓക്കെ. എന്തൊക്കെ റീപ്ലേസ് കാര്യങ്ങൾ ഇപ്പം വാല്യൂഷൻ ചെയ്തില്ല, 2 ദിവസം ആയതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല എൻജോയ് വരുന്ന വണ്ടിയാണ് ഈ ഒരു പ്രൈസിൽ. ഓക്കെ. അപ്പോൾ 2020 ടിയാഗോ XT എത്ര കൊടുക്കാത്? ഇത് 4.5. 4,50,000 XT ആണ്. 2020 4.5 ചോദ്യം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സിംഗിൾ ഓൺ. ഓക്കെ. ഒരു 3.25-4 ലക്ഷം വരെ ലോണും കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ. സെക്കൻഡ് ജനറേഷൻ അമേസ് ആണ് അടുത്തത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡൽ. ഓക്കെ. CVT ആണ്, പെട്രോൾ, ഓട്ടോമാറ്റിക് അല്ലേ? ഏറ്റവും ടോപ്പൻ്റാ? ഏറ്റവും ടോപ്പിന് വേണ്ടിയാ? അല്ല S ആണ് വരുന്നത്. S ആണ്. പക്ഷേ അലോയ്സ് ഒക്കെ ഉണ്ടല്ലോ. അലോയ് എക്സ്ട്രാ ചെയ്തതാണ്. പുതിയ അലോയ്സ് ആണ് ചെയ്തേക്കുന്നത്. പുതിയ ഷേപ്പ് അലോയ്സ് ആണ് ചെയ്തേക്കുന്നത്. 2017 S ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ, 68,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക്, 68,000 ഓടിയ വണ്ടി അല്ലേ? CVT ആണ് വരുന്നത്. അത്യാവശ്യം ലാഗ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താ പറയുക, നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. മെയിൻ്റനൻസും പൊതുവേ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? S തന്നെ ആകുമ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC എല്ലാം വരുന്നുണ്ട് അല്ലേ? ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. എത്ര കൊടുക്കാം? 4.80 കൊടുക്കാം. 4,80,000 CVT ഓട്ടോമാറ്റിക് 2017 ഹോണ്ട അമേസ് കൊണ്ടുപോകാം. S ഓപ്ഷൻ. അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ന്യൂ ഷേപ്പ് അലോയ്സ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം സീറ്റ് കവേഴ്സും ഇന്റീരിയറും നല്ല വൃത്തിയുള്ള ഇതാണ്. മാക്സിമം ലോണും കിട്ടൂല? മാക്സിമം ലോൺ ചെയ്യാം. മൈലേജ് ഒരു 11 to 14 ആ റേഞ്ചൊക്കെ കണ്ടാൽ മതി. CVT ആണ്. ഹോണ്ട. ഓക്കെ. ഒരു അടിപൊളി ട്രൈബർ ഇതാ. ഇങ്ങനത്തെ ഒരു കളറിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഡ്യുവൽ ടോണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. KL11 രജിസ്ട്രേഷൻ ആണ്. ഏറ്റവും ടോപ്പിൻ്റാന്ന് തോന്നുന്നു അല്ലേ? പ്രൊജക്ട് ഹെഡ് ലാമ്പ് അലോയ്സ് എല്ലാം വരുന്നുണ്ട്. RX ഏറ്റവും ടോപ്പിൻ്റെ സ്റ്റൈലിഷ് ലുക്കാണ്. ഓട്ടോമാറ്റിക് ആണ്. AMT ഓട്ടോമാറ്റിക് ആണ്. ഏതാ മോഡൽ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 1000 cc ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളുണ്ട്. 15 ഒക്കെ കിട്ടും. 7 സീറ്റർ വണ്ടി. 2022 സിംഗിൾ ഓണർ, 26,000 കിലോമീറ്റർ. ഓക്കെ. കിലോമീറ്റർ വലിയ പോയിട്ടില്ല. 22 സിംഗിൾ ഓൺഷിപ്പ്, 26,000 ലോ കിലോമീറ്റർ. ഡ്രൈവറാണ്. ഏറ്റവും ടോപ്പിൻ്റെ RX ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം വരും. ഇതിപ്പോൾ എത്ര കൊടുക്കാം? 6.60 കൊടുക്കാം. 6,60,000 ഓട്ടോമാറ്റിക് 2022 ഏറ്റവും ടോപ്പിൻ്റെ RX ഡ്രൈവർ 7 സീറ്റർ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടി i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എങ്ങനെയാണ് അർജു ഇതിൻ്റെ കാര്യങ്ങൾ? അത് ഡീസലാട്ടോ. ഡീസലാ? അപ്പോൾ നല്ല മൈലേജ് ആയിരിക്കും. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20 അറൗണ്ട് 20ൻ്റെ മുകളിൽ കിട്ടും. 22 കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ. അല്ല, നമ്മളതിൽ അധികം ഡീസൽ വേരിയൻസ് കാണിക്കാത്തതാണ്. നല്ല ആദ്യം ഡീസൽ തന്നെ. ഓക്കെ. നല്ല അടിപൊളി ഒരു വണ്ടി അല്ലേ? ഏതാ മോഡൽ? 2014 ഏതാ ഓപ്ഷൻ? 2014 ആസ്റ്റ സിംഗിൾ ഓണർ. ഏറ്റവും ടോപ്പിൻ്റെ അലോയ്സ് പുഷ് ബട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. കീലെസ്. പുഷ് ബട്ടൺ പറഞ്ഞു. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് 3.30. 3,30,000 രൂപയ്ക്ക് ഡീസൽ. എത്ര ഓട്ടം പോയത്? 1,21,000. ഓക്കെ. 1,21,000 ഓടിയ ഓട്ടോമാറ്റിക് മാനുവൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ ആസ്റ്റ ടോപ്പ് ആൻഡ് ഗ്രാൻഡ്. നല്ല മൈലേജുള്ളൊരു വണ്ടി. എത്ര കൊടുക്കാം? 3.30. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? 3,30,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ ഇല്ല. 2014 അല്ലേ? എന്തായാലും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് 2.25 പ്രതീക്ഷിക്കാം അല്ലേ മാക്സിമം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം എല്ലാ വണ്ടിയിലും ഒന്ന് വാല്യൂഷൻ റിപ്പോർട്ട് മീൻസ് ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ടാണ്. അല്ല, അത് ഡിപ്പെൻസ്. ഓക്കെ. ചിലപ്പം ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണെങ്കിൽ അത്. ഓക്കെ. നിസാൻ മൈക്ര വന്നു. KL62 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? രണ്ടാമത് ഞാൻ പറയുന്നത് ഡീസലാട്ടോ. ഡീസലാ? ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവേ. നല്ല മൈലേജ് ഉണ്ടാവും. 2011 1,17,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ? ഏതാ? XV ടോപ്പ് ആണ്. ഓക്കെ. പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ പുഷ് ബട്ടൺ വരുന്നുണ്ട് അതിൽ? പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ. 2011 ഡീസൽ, ഒരു 20 അബവ് മൈലേജ് കിട്ടുന്നൊരു വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ല? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല അല്ലേ? എത്ര കൊടുക്കാം? ഇതാകുമ്പോൾ നമുക്ക് 1,85 കൊടുക്കാം.
1,85,000 രൂപ 2011 ഡീസൽ മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. XV ആണ് ഏറ്റവും ടോപ്പിൻ്റെ. പുഷ്പട്ടറും അലോയ്സും എല്ലാം വരുന്ന അലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ് അല്ലേ? അലോയ്സ് വരുന്നില്ല. ഡിസ്റ്റോണിൻ്റെ ടയറാണ് വരുന്നത്. ഒരു 50% ടയറുണ്ട്. ലോണ് ചാൻസ് ഉണ്ടോ? ഇല്ല. ഈ വണ്ടികൾക്ക് ലോൺ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ക്യാഷ് കൊടുത്തിട്ട് എടുക്കും. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. ക്വിഡാണ്. KL2 കൊല്ലം വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആട്ടോ വരുന്നത്. ഒന്നും കൂടി ഓക്കെ പറഞ്ഞോളൂ. പിന്നെ 2019 RX-Z ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 63,000 കിലോമീറ്റർ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം 2019 63,000 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം ടയർസ് എല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാനൊന്നുമില്ല. എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സർവീസ് ചെയ്യാൻ ഓടിക്കാം. ഓക്കെ. ഒരു 17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 17 മേലെ കിട്ടും. ഓക്കെ. സ്ക്രീനിൽ ചെയ്തിട്ടോ? ഇല്ല. RX-Z ഇതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഓക്കെ. ചോദ്യം അല്ല, 2019 RX-Z ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1000 cc വണ്ടിയാണ്. ഒരു 3 lakh വരെ ലോൺ കിട്ടും. മാക്സിമം 3 lakh വരെ ലോണും കിട്ടും. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. തൽക്കാലം നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. ഇനി ഒരുപാട് സ്റ്റോക്ക് വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികളെ പറ്റി കൂടുതൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക്, സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അത് മാത്രമല്ല, നമ്മുടെ ആ റെഫറൽ കേസിൻ്റെ ഇത് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും റെഫറൽ കേസിന് വരുന്നുണ്ടെങ്കിൽ 2,000 rupees പിന്നെ ക്യാഷ് പ്രൈസ്. വണ്ടി ഡെലിവറി ആയാൽ റെഫർ ചെയ്യുന്ന ആൾക്ക് 2,000 രൂപ കിട്ടും. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അർജു, നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.